കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത കഞ്ചാവിന് പിന്നിൽ പശ്ചിമബംഗാൾ കണക്ഷൻ വ്യക്തമായതോടെ പോലീസും എക്സൈസും സംയുക്തമായി ക്യാമ്പസുകളിൽ വ്യാപക റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് കഞ്ചാവ് കൈമാറിയ പശ്ചിമബംഗാൾ സ്വദേശിക്കായി വ്യാപക തെരച്ചിൽ തുടങ്ങി. കൊച്ചിയിലെ കഞ്ചാവ് കച്ചവടക്കാരായ ആലുവ എടയപ്പുറം കൊന്നക്കാട് മല്ലിശ്ശേരി വീട്ടിൽ ആഷിഖ്, ആലുവ ദേശം കല്ലുംകോട്ടിൽ വീട്ടിൽ KS ഷാലിക് എന്നിവരാണ് പിടിയിലായത്. ഷാലിക് പോളിടെക്നിക്കിലെ മുൻ KSU യൂണിറ്റ് സെക്രട്ടറിയും ആഷിഖ് KSU പ്രവർത്തകനുമായിരുന്നുവെന്ന് SFI ആരോപിച്ചു. ഷാലിഖാണ് പശ്ചിമബംഗാൾ സ്വദേശിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. ആഷിഖ് വഴി ഹോസ്റ്റൽ അന്തേവാസിയായ ആകാശിന് കൈമാറി. റെയ്ഡിൽ അറസ്റ്റിലായ ആകാശ് റിമാൻഡിലാണ്. ആകാശ് നൽകിയ സൂചന പ്രകാരമാണ് ഷാലിഖിനെ വീട്ടിൽ നിന്നും ആഷിഖിനെ കളമശ്ശേരി പരിസരത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. മുമ്പും കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട്. സംശയമുള്ള സ്ഥലങ്ങളിലെല്ലാം സംയുക്ത പരിശോധന നടത്താൻ മനോജ് എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനിച്ചത്. ലഹരി വിതരണക്കാരുടെയും വിൽപ്പനക്കാരുടെയും കാരിയർമാരുടെയും വിവരങ്ങൾ പരസ്പരം കൈമാറും. എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ പോലീസുമുണ്ടാകും. ലഹരി ഇടപാടുകാരുടെ ഫോൺ ചോർത്തും. മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകാൻ പോർട്ടലും സജ്ജമാക്കും.